ഹലോ ഗൈസ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വയ്ക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഉമ്പിയെ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തന്നെയുള്ള ഗ്രേവീൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. എനിക്ക് ആവശ്യമുള്ള ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 മീഡിയം ടൈപ്പിൽ ഒനിയൻ കട്ട് ചെയ്തിട്ട് ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിലൊരു 4 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഈ ഉള്ളി ഒന്ന് കളർ മാറുന്നത് വരെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഉള്ളി വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി രണ്ടും കൂടെ ഒന്ന് മിക്സായി വരുന്നവരെ നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം രണ്ടും കൂടെ നല്ലോണം മിക്സായിട്ടുണ്ടാവും. അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പൊടി ഐറ്റംസാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല ആണ് ഇതിൽ പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഉള്ളി വഴറ്റുമ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിനാൽ നോക്കിയതിന് ശേഷം പാകത്തിന് വേണ്ടി മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ഇതിൽ ചേർക്കുന്ന വീഡിയോ ഒന്ന് സ്കിപ്പായിട്ടുണ്ട്. തൈരും ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈരും ഒരു അരമുറി ചെറുനാരങ്ങയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഒരു 1.5 കിലോ ചിക്കനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ അരിൻ്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിക്കൻ്റെ അളവ് കൂട്ടുക. ഗ്രേവി അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ തന്നെ അമ്മ അവിടെ ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഗീ റൈസും സെറ്റായിട്ടുണ്ട്. സ്റ്റെപ്പാണ് നമുക്കിത് ദം ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം എളുപ്പത്തിലുള്ളൊരു പാത്രത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഗീ റൈസ് സെറ്റാക്കി എടുക്കുകയാണ്. റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ്, പിന്നെ അതേപോലെ ഗരം മസാല ആണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി വറുത്തിട്ടൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ കച്ചറല്ലാതെ ചോറാവണം എന്ന് വിചാരിച്ചിട്ട് അത് സംഭവങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എന്തെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്, ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.